പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവാടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. ഇനി അങ്ങോട്ടുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകളിലെ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള മെസ്സേജുകളാണ്. അത് ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നതിൽ എല്ലാവർക്കും സങ്കടമുണ്ട്. അവരുടെ ഈ നെറ്റ് തീർന്നു പോകുന്നു, GB തീർന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കംപ്ലൈൻറ്റുകൾ. കഷ്ടം തന്നെ. ലോകത്തിൽ എത്ര രൂപ വേണമെങ്കിലും രോഗത്തിൻ്റെ പുറകെയോ ഡോക്ടറുടെ പുറകെയോ ചിലവാക്കും. പക്ഷെ ഒരു മെസ്സേജ് ഒരു 3/4 മണിക്കൂർ 50 മിനിറ്റ് കേൾക്കുന്നതിന് GB തീർന്നു പോകുന്നു. അവസാനം GB തീരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, GB കൊടുത്ത ദൈവത്തിന് നന്ദിയും പറയുക. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള വാക്യമാണ്. ഇതെല്ലാം വായിക്കാൻ വീട്ടിലിരുന്ന് വായിക്കട്ടെ. ഇതെല്ലാം കൂടെ വായിച്ച് പ്രസംഗിക്കണമെന്ന് താല്പര്യമുണ്ട്. എങ്കിലും സമയ ചുരുക്കം കാരണം ഞാൻ ഓടിച്ച് ചില ചിന്തകൾ, കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പറയുവാനായി താല്പര്യപ്പെടുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ. ആ വ്യക്തി എന്ന് പറയുന്നത് ശിമ്യോനാണ്. ശിമ്യോനെ കുറിച്ച് അവിടെ പറയുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനവും. കാരണം അദ്ദേഹം ആലയം വിട്ടു പിരിയാതെ ഇരിക്കുമ്പോൾ തൻ്റെ കാതുകളിൽ മുഴങ്ങിയ ഒരു ദൈവശബ്ദമായിരിക്കണം അവിടെ എഴുതിയിരിക്കുന്നത്. അതിങ്ങനെ പറയുന്നു: കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുന്നതിന് മുൻപ്, കരങ്ങളിലെടുക്കുന്നതിന് മുൻപ് മരണം കാണുകയില്ല. ഇതാണ് ചിന്താവിഷയം. ഈ ശിമ്യോനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുവാനായി താല്പര്യപ്പെടുന്നു. അവിടെ ഞാൻ ഇങ്ങനെ ഒരു ചരിത്ര പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ കിട്ടിയതിനെ ഞാനൊന്ന് വായിച്ചിട്ട് വിഷയത്തിലേക്ക് കടക്കാം. യെരുശലേമിലെ സന്നിധ്യം സംഘത്തിലെ പ്രസിഡന്റും അറിയപ്പെട്ട അധ്യാപകനുമായിരുന്ന ഹില്ലേലിൻ്റെ മകനായിരുന്നു ഈ ശിമ്യോൻ എന്നാണ് യഹൂദ പാരമ്പര്യം പറയുന്നത്. വന്ധ്യവയോധികനെക്കുറിച്ച് ഒരു ദോഷവും പറയുവാനില്ല. ഒന്ന്, ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാംക്ഷിച്ചുകൊണ്ട് ഒരു ജീവിതം മുഴുവൻ നീതിമാനായി ജീവിച്ച ശിമ്യോൻ. സമാധാനത്തോടുള്ള ഒരു അന്ത്യം തനിക്ക് ലഭിക്കുന്നു. 22:29. എന്നാൽ മറിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് സ്വന്തം പ്രാണനിൽ കൂടി കടക്കുന്ന ഒരു വാളാണെന്ന് ശിമ്യോൻ പ്രവചിക്കുമ്പോൾ ശിഷ്ടായുസ് മുഴുവൻ മറിയ അനുഭവിച്ച മാനസിക വ്യഥ എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബാക്കി ഭാഗങ്ങൾ പിന്നെയാണ് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ ചരിത്ര പുസ്തകത്തിൽ നിന്നെടുത്ത് വെച്ച് വായിക്കുന്നതാണ്. ഇതൊക്കെ നമുക്കറിയാമെന്നൊക്കെ ചിലരൊക്കെ ചിന്തിക്കും. ഇനി എൻ്റെ ചിന്താവിഷയം. അപ്പോൾ പ്രവചനങ്ങളുടെ കലവറയുടെ പട്ടികയാണ് വിശുദ്ധ ബൈബിൾ. അതാർക്കും സംശയമില്ല. പക്ഷേ
ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്ക്, 3:15 സ്ത്രീയുടെ സന്തതി. പലവട്ടം പ്രസംഗിക്കുന്ന, കേട്ടിട്ടും കാര്യമൊന്നുമില്ല, ഗ്രഹിക്കുന്നില്ലല്ലോ. രുചിച്ചറിയുക, തിരിച്ചറിയുക, ഗ്രഹിച്ചറിയുക, അനുഭവിച്ചറിയുക. അനുഭവം ഉള്ളവൻ വായിക്കും, ഗ്രഹിക്കും, ബാക്കിയൊക്കെ കണക്ക്. സങ്കീർത്തനം 34:8 രുചിച്ചറിയുക. യെരമ്യ 9:24 ഗ്രഹിച്ചറിയുക. റോമർ 12:2 തിരിച്ചറിയുക. ഫിലിപ്പിയർ 3:10-11 അനുഭവിച്ചറിയുക. രുചിച്ചറിഞ്ഞവൻ തെറ്റി, തിരിച്ചറിഞ്ഞവൻ തെറ്റി, ഗ്രഹിച്ചറിഞ്ഞവൻ തെറ്റി. അനുഭവിച്ചറിഞ്ഞ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നത് എനിക്ക് മാത്രമല്ല, ക്രിസ്തു യേശുവിൽ പ്രിയം വച്ച ഏവർക്കും തന്നെ. അത് അനുഭവിച്ചറിഞ്ഞവൻ. ഇനി ഒന്നുകൂടെ പറയാം, തിരിച്ചറിഞ്ഞ പത്രോസ് തെറ്റി, രുചിച്ചറിഞ്ഞ ദാവീദ് തെറ്റി, ഗ്രഹിച്ചറിഞ്ഞ യിരെമ്യാവ് 20-ാം അധ്യായത്തിൽ ശപിക്കുന്നു. ഇതൊക്കെ നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. ഓക്കെ, എൻ്റെ വിഷയം അതല്ല. ഉൽപ്പത്തിയിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം, ഉൽപ്പത്തിയിൽ സ്ത്രീയുടെ സന്തതി, ഉൽപ്പത്തി പുസ്തകം 3:15. പുറപ്പാട് പുസ്തകത്തിൽ പെസഹ കുഞ്ഞാട്, പുറപ്പാട് പുസ്തകം 12:1-24 വരെ. ലേവ്യ പുസ്തകത്തിൽ യാഗമൃഗം, ലേവ്യ പുസ്തകം 16 മുതൽ തീർത്തുള്ള ഭാഗങ്ങൾ വായിക്കുക. ഇനി വേണ്ട, 16-ാം അധ്യായം വായിക്കുക. സംഖ്യാപുസ്തകത്തിൽ 24:17 യാക്കോബിൽ നിന്ന് ഒരു ഉദയനക്ഷത്രം ഉദിക്കും. ഉദയനക്ഷത്രം ക്രിസ്തു, പ്രവചനം. അടുത്ത് പറയുന്നത് ആവർത്തനം 18:18 ഇങ്ങനെ പറയുന്നു, എന്നേക്കാൾ മോശയേക്കാൾ വലിയൊരു പ്രവാചകൻ എഴുന്നേക്ക്. അങ്ങനെ അവിടെ ഇല്ല, അതും വായിച്ചിട്ട് എൻ്റെ നേരെ ചാടരുത്. മോശയേക്കാൾ വലിയ ഒരു പ്രവാചകനെ, മോശയെ പോലെ വലിയൊരു, മോശയെ പോലെയല്ല യേശുക്രിസ്തു വന്നത്. അത് ചിലപ്പോൾ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്. കാരണം മോശയേക്കാൾ വലിയവനാണ് എൻ്റെ യേശു. അബ്രാമിനേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, യോനയേക്കാൾ വലിയവൻ. അതുകൊണ്ട് മോശയെ പോലൊരു പ്രവാചകനല്ല, മോശയേക്കാൾ വലിയവൻ. തെളിവാണോ? മോശ നീല നദിയെ അടിച്ച്, ദേഷ്യം വന്ന് അടിച്ച് വെള്ളത്തെ രക്തമാക്കിയപ്പോൾ യേശുക്രിസ്തു വെള്ളത്തെ കോരി നിറപ്പിൻ, കോരി കൊടുപ്പിൻ, വെള്ളത്തെ രുചിപ്പിക്കുന്ന അനുഭവമാക്കി. മോശ നാറ്റിക്കുന്ന അനുഭവമാക്കിയപ്പോൾ യേശുക്രിസ്തു രുചിപ്പിക്കുന്ന അനുഭവമാക്കി മാറ്റി. രുചിപ്പിക്കുന്ന അനുഭവം. ഞാൻ 2 ഞാൻ ആ ഭാഗം വിടുക. ഇത്രയും പ്രവചനങ്ങളുടെ പട്ടിക കിടക്കുക യേശുക്രിസ്തുവിനെ കുറിച്ച്. അതിന് അങ്ങോട്ട് പഠിച്ചാലും ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. 39 പുസ്തകങ്ങളും പ്രവചനങ്ങളുടെ പട്ടിക. യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഈ യേശുക്രിസ്തുവിനെ കൊണ്ട് പ്രവചനത്തിലെ വരാൻ പോകുന്ന മശിയെക്കുറിച്ച് എഴുതി വച്ചിട്ട് ഇതിനെ കാണാതെ മനഃപ്പാടമായി അരച്ച് കലക്കി ഗുണിച്ച് തിരിച്ച് പഠിച്ച പരീശനും ശാസ്ത്രിമാരും പുരോഹിതന്മാരും യഹൂദന്മാരെല്ലാം കൂടെ ആലയത്തിൽ ഇരിക്കുമ്പോൾ വാഗ്ദത്ത മശിയേയും കൊണ്ട് വരിക. 8-ാം നാളിൽ പരിച്ഛേദനയ്ക്കും അവരുടെ പ്രാപ്തിക്കനുസരിച്ച് 2 കുറുമ്പ്രാവുമായി വരിക. വരുമ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, കണ്ട ഒരു കാഴ്ച എന്താണ് കണ്ടത്? വാഗ്ദത്ത മശിയെ യോസഫും മറിയയും കൊണ്ടുവരുന്നു. കരങ്ങളിലേന്തി 2 കുറുംപ്രാവിനെയും കൊണ്ടുവരിക. ഞാനവിടെ ഇങ്ങനെ ചിന്തിക്കട്ടെ, പഠിച്ചത് കൊണ്ട് ഒരു ഗുണവും ഇല്ല. നല്ലതാ, ഇനി അക്ഷരികമായി പറഞ്ഞാൽ നല്ലതാ. എത്ര പഠിക്കുന്നോ പഠിച്ചോ, ഐ ഹാവ് നോ ഒബ്ജക്ഷൻ, എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ പഠിക്കുന്നതോടൊപ്പം മുഴങ്കാലിലിരിക്കണം.
ബൈബിൾ കോളേജ് പഠിക്കുന്നത് നല്ലത് തന്നെയാണ്, ഞങ്ങളാരും എതിർപ്പല്ല. ഇനി ഞങ്ങളെന്ന് പറയുന്നില്ല, ഞാൻ എതിർപ്പല്ല, നല്ലത് തന്നെയാണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞിട്ട് സഭാ ചാർജ് കൊടുക്കരുത്, അല്ല ഗ്രാമങ്ങളിലോട്ട് വിടണം. ഗ്രാമങ്ങളിലോട്ട് വിടണമെന്നേ. അവിടെ ചെന്ന് പഠിച്ചതിന് ശേഷം യോഗ്യമാണെന്ന് കണ്ടെങ്കിലേ സഭാ ചാർജ് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ സഭകളെ മുഴുവനുമാർ കലക്കും. കലക്കത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞു കിടക്കുക സഭകളിൽ. അപ്പോൾ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വന്നാൽ, യേശു മശിയേയും കൊണ്ട് മീഖ 5:2 ബത്ലഹേമിൽ ജനിക്കും. യെശയ്യാ 7:14 കന്യകയിൽ ക്രിസ്തു ജനിക്കും. എന്തൊക്കെ ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് സങ്കീർത്തനം 22, സങ്കീർത്തനം 69, ഒരുപാട് പ്രവചന പുസ്തകങ്ങൾ കിടക്കുക. അപ്പോൾ യേശു ക്രിസ്തുവിനെ കരങ്ങളിലേന്തി ഈ മറഞ്ഞു കിടന്ന യേശു ക്രിസ്തുവിനെ ബൈബിളിൽ തിരുവെഴുത്തുകൾ 39 പുസ്തകങ്ങളിൽ മറഞ്ഞു കിടന്ന ക്രിസ്തുവിനെയും കൊണ്ട് വരുമ്പോൾ ആത്മാവുള്ളവനെ കാണാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ, ആത്മാവുള്ള ശിമ്യോന് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. യേശുവിനെ കാണണമെങ്കിൽ വല്ലത് ദൈവസന്നിധിയെ മുട്ടുമേലിരുന്ന് പ്രാപിക്കണം. മുട്ടുമേലിരുന്ന് പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. ആവർത്തനം 33:3 അവൻ്റെ സകല വിശുദ്ധന്മാർ തൃക്കൈയിലിരിക്കുന്നു, അവർ തൃക്കാൽക്കലിരുന്ന് തിരുവചനങ്ങളെ പ്രാപിച്ചു. തൃക്കാൽക്കലിരുന്ന് തിരുവചനങ്ങളെ പ്രാപിച്ചു. അതിനെ കോട്ട് ചെയ്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 11:23 പറയുന്നു, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ. പ്രാപിച്ച് ഏൽപ്പിച്ചു. ഇന്നെവിടാ പ്രാപിക്കുന്നത്? തട്ടിക്കൂട്ട് പാസ്റ്റർമാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്, പ്രത്യേകിച്ച് ഞാൻ. എന്ന് പറഞ്ഞാൽ ഇരുന്നിരുന്ന് വേറെ നിവർത്തിയൊന്നുമില്ല, അതുകൊണ്ടങ്ങ് പാസ്റ്റർമാരായിട്ടിരിക്കുക. എല്ലാം പാസ്സായി, എവിടെ നിന്ന് എടുത്താലും പാസ്സായി, ഏതെടുത്താലും പാസ്സാ. ചൈന മാർക്കറ്റിൽ പോയി ഏതെടുത്താലും 10 രൂപ എന്ന് പറയുന്നത് പോലെ ഏതെടുത്താലും പാസ്സാ. ഇന്ന് അപ്പോസ്തലനില്ല, പ്രവാചകനില്ല, ഇടയനില്ല. ഇടയനും പാസ്സാ. എങ്ങനെ പാസ്സായത്? ഉപദേഷ്ടാവില്ല, സുവിശേഷകനില്ല. അവിടെ യെരുശലേം ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ, പരീശന്മാരുടെ, ശാസ്ത്രിമാരുടെ ഇടയിൽ കൂടെ, പ്രവാചകന്മാരുടെ ഇടയിൽ കൂടെ യേശുക്കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ആത്മാവുള്ള ഒരു വ്യക്തി കണ്ടു. 2 വ്യക്തികൾ അവിടെ ഉണ്ട്. അടുത്ത വ്യക്തിയെക്കുറിച്ച് അടുത്ത മെസ്സേജാണ്. അപ്പോൾ 2 വ്യക്തികൾ അവിടെ ഉണ്ട്. 25 വരെ ഒരു വ്യക്തി. 3 മറിയ, യോസഫ്, യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ആത്മാവും ഉള്ളവനെ കാണാൻ കഴിയത്തുള്ളൂ. ഏതാത്മാവ്? 49 വിധ ആത്മാവ് ബൈബിളിൽ എനിക്ക് എൻ്റെ പഠനമനുസരിച്ച് 49 വിധ ആത്മാവുണ്ട്. പക്ഷെ അതിൽ പരിശുദ്ധ ആത്മാവ് ഒന്നേ ഉള്ളൂ. ആ പരിശുദ്ധാത്മ നിയോഗത്താൽ വാഗ്ദത്തം മശിയെ കാണാതെ നീ മരണം കാണുകയില്ലെന്ന് പറഞ്ഞപ്പോൾ സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ അദ്ദേഹം ദൈവസന്നിധിയിലിരുന്നു. അതുകൊണ്ട് ഞാനൊരു ദൂത് പറഞ്ഞിട്ട് അടുത്ത് പോവാം. നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടോ? ആ വാഗ്ദത്തം നിന്റെ കണ്ണുകൊണ്ട് കാണണമെങ്കിൽ ഒന്ന് രക്ഷ. അപ്പോസ്തലപ്രവൃത്തി 4:12 മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ
നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഒരേ ഒരു നാമം, യേശുക്രിസ്തുവിൻ്റെ നാമം. 2 മാനസാന്തരം, ഗ്രീക്കിൽ മെലോമായി, മെറ്റാനോയിയോ. മാനസാന്തരം, പാപത്തെ വെറുക്കുക. യോബെന്ന ഭക്തൻ, എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. നാട്ടുകാരോട് വെറുപ്പ്, ഇന്ന് നാട്ടുകാരോടാ വെറുപ്പ്, പാസ്റ്റർമാർ തമ്മിലാ വെറുപ്പ്. യോബെന്ന ഭക്തൻ പറയും, എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നില്ല, ഞാൻ പൊടിയിൽ ചാരത്തിൽ കിടക്കുന്നു. വെറുക്കേണ്ടതിനെ വെറുക്കണം. ഈ ജഡത്തെ വെറുക്കണം, ജഡ അഭിലാഷത്തെ വെറുക്കണം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒന്ന്, എന്താണ്? യേശുക്രിസ്തുവിനെയും കൊണ്ടുവരുമ്പോൾ നാഥ എന്നൊരു വിളി. ഉണ്ണിയേശുവേ എന്നല്ല വിളിച്ച്, നാഥ. നമ്മളാണെങ്കിൽ പറയും ഉണ്ണിയേശു. എല്ലാ വർഷവും ഉണ്ണിയേശു വരുന്നുണ്ട്. പുൽക്കൂട്ടിനകത്ത് ഒതുക്കുക. അഗ്നിജ്വാല, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 19 സഹോദരങ്ങളെ നിങ്ങളൊന്ന് വായിക്ക്. ഇവിടെ വന്ന ഉണ്ണിയേശു അല്ല ഇനി ഇരിക്കുന്ന വരാൻ പോകുന്ന ഉണ്ണിയേശു. വരാൻ പോകുന്ന ഉണ്ണിയേശു അല്ലെന്ന്. അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ളവൻ, മറത്ത് പൊൻകച്ച കെട്ടിയവൻ, 4 ഉലയിൽ ചുട്ട് പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ളവൻ, മുഖം സൂര്യശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ പ്രകാശമുള്ളവൻ, തലയും തലമുടി ഹിമം പോലെ വെളുത്തതും, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ഉള്ള ശബ്ദം. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ഈ പറഞ്ഞ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ പ്രകാശമുള്ളവനായി ഇറങ്ങി വരുന്ന, ഇനി ഉണ്ണിയേശു എന്ന് വിളിക്കണ്ട. ഉണ്ണിയൊക്കെ പോയി. ഉണ്ണിയൊക്കെ അടിച്ചു കൊന്നില്ലേ? ഉണ്ണി എല്ലാവരും കൂടി അടിച്ചു കൊന്നത് കൊണ്ട് യഹൂദന്മാർ തന്നെ, നമ്മളാരും അല്ല കേട്ടോ, യഹൂദന്മാർ അടിച്ചു വന്നു. അടിച്ചു വന്നെന്നുള്ളതേ ഉള്ളൂ. അതിനേക്കാളും പ്രശ്നമായി ഇപ്പം നമ്മളെന്ന് പറയുമ്പോൾ ഞാനും കൂടെ അടങ്ങുമല്ലോ. അതുകൊണ്ടാണ് ഈ പ്രസംഗം ഞാൻ കൂടെ അടങ്ങും. ഉണ്ണിയേശു, അപ്പം ഉണ്ണിയേശുവിനെ പൊക്കിക്കൊണ്ടെന്ന് ആരും നടക്കണ്ട. അപ്പം 1 രക്ഷ, 2 മനസാന്തരം, 3 വിശ്വാസ സ്നാനം. മത്തായി 28:18 മുതൽ 20 വരെ. സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം. വെള്ളത്തിൽ മുങ്ങി പൊങ്ങി. അത്ര എപ്പോഴും പറയുന്നൊരു പദമാണ്. കുളിച്ചവൻ തളിച്ച ഒറ്റ ഒരെണ്ണത്തിനെ എടുക്കത്തില്ല. കുളിച്ച മണവാളൻ തളിച്ച മണവാട്ടിയെ എടുക്കത്തില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് കുളിച്ചേ പറ്റൂ. വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. എന്നിട്ട് വിശുദ്ധിയോടെ വേർപാടോടെ നിൽക്കുന്ന സഭയുമായിട്ട് കൂട്ടായ്മ. തമ്മിലടിക്കുന്ന സഭയായിട്ടല്ല, വിശുദ്ധിയും വേർപാടിലും നിൽക്കുന്ന സഭയോട് കൂട്ടായ്മ. വചനം കറ തീർന്ന് പ്രസംഗിക്കുന്ന സഭയുമായി കൂട്ടായ്മ ബന്ധം. അതിന് പറ്റുമോ? അതിന് കഴിയുമോ? നമുക്ക് നിത്യതയല്ലേ ലക്ഷ്യം. ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുകയല്ലേ ചെയ്യേണ്ടത്. നാളെ എന്ത് നടക്കും നമുക്ക് വല്ലതും അറിയാമോ? സാർസ്വാക്കി 27:1 പറയുന്ന പോലെ അടുത്ത നിമിഷം ആരുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ ഭൂലോകത്തിലെ ഒരു വ്യക്തിക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ആത്മനിറവ് പ്രാപിച്ച്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്, അന്യഭാഷയിൽ സംസാരിച്ച്, ആത്മീയ വർധനവ് വരുത്തി, വിശുദ്ധിയോടും വേർപാടോടും നടന്ന് കർത്തൃമേശയും അതിനോടൊപ്പം ചേർന്ന് എടുത്ത് വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവ പൈതൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിളിക്കും മുൻപിൽ ഇവിടേക്ക് കയറി വരിക എന്ന് വിളിക്കുമ്പോൾ അവിടേക്ക് പോകുവാനിടയാകും. അതുകൊണ്ട് അപ്പോൾ ആരാണ് യേശുവിനെ കണ്ടത്? അതാണ് എൻ്റെ സബ്ജക്റ്റ്. ആരാണ് യേശുവിനെ കണ്ടത്?
യേശുവിനെ കണ്ടത് ശിമ്യോനാണ്. അടുത്തൊരു കഥാപാത്രമുണ്ട്, അത് അടുത്ത പ്രാവശ്യം. അപ്പോൾ ശിമ്യോനാണ് കണ്ടത്, അല്ലാതെ ഒറ്റ ഒരെണ്ണം കാണൂല. PhD എടുത്തെന്ന് വിചാരിച്ചും കാണാൻ പറ്റില്ല, MTH എടുത്തെന്ന് വിചാരിച്ചും കാണാൻ പറ്റത്തില്ല, BD എടുത്തത് കൊണ്ടും കാണാൻ പറ്റത്തില്ല, MDU എടുത്തത് കൊണ്ട് കാണാൻ, മാസ്റ്റർ ഡെഫിനിറ്റി എടുത്തതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ചിലരുടെ വായിൽ വീഡിയോ ഉള്ളു, തീപ്പട്ടിയില്ല. പണ്ട് കുമ്മനാട്ട് ഒരിടത്ത് ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ഇങ്ങനെ ആത്മനിറവ് പ്രാപിക്കാൻ വേണ്ടി ദൈവാസം പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാനവിടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേരെല്ലാം BTHകാരെല്ലാം നല്ല ആരാധനയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുത്തൻ ആരാധിക്കുക, കൈ ഓടിക്കാതെ ഇങ്ങനെ കയ്യും കെട്ടിയിരിക്കുക. കയ്യും കെട്ടിയിരുന്നിട്ട് ഞാൻ നീ എന്താ ഈ ദൈവസേനയിൽ ആത്മനിറവ് പ്രാപിക്കാതിരിക്കുന്നില്ല? അത് ഇവരൊക്കെ BTH എന്നാൽ ഞാൻ BD ആണ്. ആ ദൈവദാസനത് കേൾക്കുന്നുണ്ടായിരിക്കും. ഇത് ഞാൻ BD ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയണ BD നിനക്കൊള്ളു, തീപ്പട്ടിയില്ലെന്ന്. BD എടുക്കുന്നത് നല്ലതാ, MDO എടുക്കുന്നത് നല്ലതാ, BTH എടുക്കുന്നത് നല്ലതാ, എല്ലാം BTH അമേസോൺ PhD എടുക്കുന്നത് നല്ലതാ, എല്ലാം നല്ലതാ. നിങ്ങൾ നോക്കിക്കേ, ഇശായിയുടെ വീട്ടിൽ തൈലക്കൊമ്പിൽ തൈലവും നിറച്ചുകൊണ്ട് ശമൂൽ എഴുതിയ 1-ാം പുസ്തകം 16-ാം അധ്യായം പഠിക്കുമ്പോൾ അവൻ അവിടെ കാണുന്നുണ്ട്. ശമൂലെ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് ഇശായിയുടെ വീട്ടിലേക്ക് പോകണം. ആദ്യം നിന്നത് PhD അങ്ങോട്ട് നിർത്തി. തല്ലുകൊണ്ടാലും വേണ്ടിയല്ല, കുറ്റം പറയുന്നതല്ല കേട്ടോ. PhD അങ്ങോട്ട് നിർത്തി, അവനിൽ ഒഴിക്കരുതെന്ന് പറഞ്ഞു. രണ്ടാമത് ഒരുത്തനെ നിർത്തി, MTHനെ നിർത്തി, അവനെ ഒഴിക്കണ്ട. അടുത്ത് MDU വന്നു, അവൻ്റെ തലയിൽ ഒഴിക്കണ്ട. അടുത്ത് BD വന്നു, അവൻ്റെ തലയിൽ ഒഴിക്കണ്ട. അവൻ്റെ വായിൽ തീപ്പട്ടിയില്ല, അതുകൊണ്ട് അവൻ്റെ തലയിൽ ഒഴിക്കണ്ട. അടുത്ത് MTH വന്നു, അവൻ്റെ തലയിൽ ഒഴിക്കണ്ട. അല്ല, BTH വന്നു, അവൻ്റെ തലയിൽ 4 വർഷം അവൻ്റെ തലയിൽ ഒഴിക്കണ്ട. അടുത്ത് മാസ്റ്റർ തിയോളജി വന്നു, അവൻ്റെ തലയിൽ ഒഴിക്കണ്ട. ഇനി ആരുണ്ട് പറഞ്ഞു. ഒരുവനുണ്ട്, അവൻ കാട്ടിക്കിടക്കുക. അവൻ വന്നല്ല, അതെവിടെ പന്തിക്ക് നടക്കത്തില്ല, അവിടെ പന്തിക്കിരിക്കാൻ പാടില്ല. അതുകൊണ്ട് BD എടുക്കുന്നത് നല്ലതാ സഹോദരങ്ങളെ, എല്ലാം നല്ലതാണ്. പക്ഷെ ക്രിസ്തുവിനെ കാണണമെങ്കിൽ റവംബര ജലഘടകക്ഷസി എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ കാണണമെങ്കിൽ ഒരു ശിമ്യോന് മാത്രമേ കാണാൻ പറ്റൂ. യെരുശലേം ദേവാലയത്തിൽ യൗവരെല്ലാം കൂടെ ഇരുന്നിട്ട് ഈ വാഗ്ദത്ത മശിയെ കണ്ടില്ല. അതുകൊണ്ട് അതിന് ഇത്രയും കാര്യമാണ്: രക്ഷ, മാനസാന്തരം, സ്നാനം, വിശ്വാസ സ്നാനം, വിശുദ്ധി, വേർപാട്, അപ്പം നുറുക്ക്, കൂട്ടായ്മ, പ്രാർത്ഥന, ഉപവാസം. ഇത്രയും കാര്യങ്ങൾ സഭയ്ക്കകത്തുണ്ടാകണം. യെരുശലേം ദേവാലയത്തിൽ ഒരുപാട് എണ്ണമുണ്ട്. ഈ പ്രാർത്ഥനയും ഉപവാസമായിട്ടിരുന്ന 2 എണ്ണേ അവിടെ കാണുന്നുള്ളൂ. ആ ഭാഗത്തില്ല, അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാനാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടും, പ്രവചനമുള്ളവന്, അപ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ ഇവിടെ വരാം. എൻ്റെ കൊച്ചു ഡോക്ടറാവുമെന്ന് പറഞ്ഞ് പ്രവചിച്ചു, വഴിയിൽ വെച്ച് മരിച്ചില്ലേ എന്ന് ചോദിച്ചാൽ, വിലാപങ്ങൾ 3:37 പറയുമ്പോൾ ദൈവം കൽപ്പിച്ചിട്ടല്ലാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്? ഒറ്റ പോയിന്റ് തരാം. ഇനി ഒരുപാട് വാക്യങ്ങളുണ്ട്. അനാദി നിത്യതയിലെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ അതാണ് നടക്കുന്നത്. കള്ളപ്രവാചകന്മാർ പ്രവചിക്കും, പക്ഷെ ഇവിടുത്തെ പ്രവചനം കറക്റ്റാണ്. വചനമില്ലാത്ത പ്രവചനം, മഞ്ഞ് പെയ്യുന്നിടത്തും പാസ്പോർട്ട് ബന്ധനവും ഒക്കെയാണ്. അയ്യോ, ഓരോ സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കാൻ പോലും പറ്റുന്നില്ല. കറ തീർന്ന് പ്രസംഗിച്ചാൽ പിന്നെ വിളിക്കില്ല, കുറവ് പറഞ്ഞാൽ വിളിക്കില്ല. പൊട്ടെന്നേ, സാരല്ലെന്ന് ഉള്ളതുപോലെ പറയണം. ഉള്ളതുപോലെ പറഞ്ഞത് വേണ്ട. ഈ സൗദിയിലുള്ള പുള്ളികളെല്ലാം എന്നോട് വെറുപ്പാണ്. സൗദിയിലുള്ള പുള്ളികൾക്ക് ഭയങ്കര വെറുപ്പാണ്. തലപ്പത്തിരിക്കുന്ന ഉസമാർക്ക് ഭയങ്കര എതിർപ്പാണ്.
ഉസ്സയ്ക്ക് പെട്ടി എവിടെ പിടിക്കേണ്ടത്, പെട്ടിയുടെ ഭാഗം എവിടെ പിടിക്കേണ്ടതെന്ന് അറിയത്തില്ല. ശമൂവേൽ 2-6 20 വർഷക്കാലം കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിലിരുന്ന പെട്ടി എവിടെ പിടിക്കണമെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ശമൂവേൽ 1 7 1-2 വാക്യം. ശമൂവേൽ 2 6 എവിടെ പിടിക്കണമെന്ന് അറിയില്ല. ഇനി വണ്ടിയെ കയറ്റാൻ അവസ്ഥയുണ്ടോ? ഏമാര് വണ്ടിയെ കയറ്റുമെങ്കിൽ തലപ്പത്തിരിക്കുന്ന ദിവസന്മാരെന്ത് ചെയ്യും? എന്തും ചെയ്യും. എവിടെ വേണമെങ്കിലും കയറി പിടിക്കും. തണ്ടുകൾ ഊരരുത്. പുറപ്പാട് 25:14 മുതൽ താഴോട്ട് വായിച്ചോ. തണ്ടുകൾ ഊരരുത്. ഏമാര് തണ്ടുകൾ ഊരി മാറ്റി ഇപ്പൊ തണ്ടുകൾ ഊരി മാറ്റിയിട്ട് വലിയ പുള്ളികളായിട്ടിരിക്കുക. പെട്ടകെടുത്ത് തോളെ വെക്കത്തില്ല, വണ്ടിയിൽ കയറ്റി വെച്ചിട്ട് നടക്കുക. ഞാൻ ദാവീദിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇന്ന് മൂസമാർക്ക് അറിയില്ല പെട്ടകം എവിടെയാ പിടിക്കേണ്ടതെന്ന്. കാരണം വചനം വായിക്കാൻ സമയമില്ലല്ലോ, പ്രാർത്ഥിക്കാൻ സമയമില്ലല്ലോ, ഉപവസിക്കാൻ സമയമില്ലല്ലോ. സോപ്പടിയിലല്ലേ, സോപ്പടിയിൽ നിത്യ നരകത്തിലേക്കാണ് ജനത്തെ കൊണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നിത്യ ലജ്ജയിലേക്കാണ് കൊണ്ടാക്കുന്നത്. ഞാനവിടെ നിർത്തുക. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങളാകും. കുറച്ച് മതി. ഒരു ശിമ്യോനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. ആലയം വിട്ടു പിരിയാതെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന ശിമ്യോനെ, അതിനകത്ത് ശിമ്യോന്മാരുണ്ട്. അവരോട് ഞാനൊരു ദൂത് പറയാം. നിന്റെ വാഗ്ദത്തം കാണാതെ, നിനക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം നിന്റെ കണ്ണുകൊണ്ട് കാണാതെ, നിന്റെ കരങ്ങളിൽ എടുക്കാതെ, അതിനെ അനുഭവിക്കുക, ക്രിസ്തുവിനെ അനുഭവിക്കാതെ, നന്മ അനുഭവിക്കാതെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടത്തില്ല. മനുഷ്യരുടെ ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അവിടെ ശിമ്യോനെ നോക്ക്, വാഗ്ദത്തം മുറുകെ പിടിച്ച് കൊണ്ട് വന്നില്ലേ? മാത്രമാണോ? 1, നീതിമാനായിരുന്നു, നല്ല സാക്ഷ്യം പറയുക അദ്ദേഹത്തെക്കുറിച്ച്. ആരെക്കുറിച്ചാണ് സാക്ഷ്യം പറയുന്നത്? അവസാനം എന്ത് ചെയ്തു? വാഗ്ദത്ത മശിയെ കരങ്ങളിൽ എന്ത് ചെയ്തു? നാഥ എന്നൊരു വിളിയാണ്. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള രക്ഷയെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുവല്ലോ. കണ്ടോ? 1 കരങ്ങളിലെടുത്തു, 2 കണ്ണുകൊണ്ട് കണ്ടു, 3 തിരികെ കൊടുത്തു. എൻ്റെ ഭാഷ പറഞ്ഞാൽ, ആത്മീയ ചിന്തയിൽ പറഞ്ഞാൽ, നീ ആത്മീയമായും ഭൗതികമായും ദൈവം നിന്റെ കണ്ണുകൊണ്ട് കണ്ട് തൃപ്തിയടഞ്ഞ് സമാധാനത്തോടെ വീട്ടിലേക്ക് പോകുവാൻ എന്ന് പറഞ്ഞാൽ, ഏത് വീട്ടിൽ? നിന്റെ വീട്ടിലേക്കല്ല, സമാധാനത്തോടെ വീട്ടിലേക്ക് പോകുവാൻ ദൈവം ഇടയാക്കട്ടെ. ഞാനിവിടെ നിർത്തട്ടെ. സമാധാനത്തോടെ. അത് കഴിഞ്ഞ് ഒരു പ്രവചനം കൂടെ പറഞ്ഞു. മറിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പാലസ്തീനിലെ യോസഫിന് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയോടൊരു ദൂത് പറഞ്ഞു, നിന്റെ പ്രാണനിൽ കൂടെ ഒരു വാള് കടക്കും. പക്ഷെ അവരുടെ ജീവിതത്തിൽ ആ വാള്, അദ്ദേഹം ആശ്വാസത്തോടുകൂടെ പോയപ്പോൾ മറിയയ്ക്ക് പ്രവചനം, നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കടക്കും. ആ വാള് കടക്കാൻ അവരുടെ ജീവിതത്തിൽ വന്നത് മുഴുവൻ ഞാൻ മറിയെ കുറ്റം പറയത്തില്ല, പക്ഷെ മറിയെ ആരാധിക്കരുതെന്ന് ഞാൻ പറയും. ഈയിടെ ഒരു സഹോദരനോട് ആലോചന പറഞ്ഞു, മറിയ ദൈവമല്ല, മറിയോട് പ്രാർത്ഥിക്കരുത്, അത് പൈശാചികമാ. പക്ഷേ ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തുവാണ്. പെന്തക്കോസുകാരായ ഞങ്ങൾ മറിയെ സ്നേഹിക്കുന്നത് പോലെ ഒരു കത്തോലിക്കനോ ഒരു പുരോഹിതനോ സ്നേഹിക്കുന്നില്ല, ഒരു പൂക്കാക്കുവോ സ്നേഹിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ പുരാതന കത്തോലിക്ക കുടുംബം അവർ സ്നേഹിക്കുന്നില്ല. ഞങ്ങൾ സ്നേഹിക്കുന്നു യേശുവിന് ഉദരം കൊടുത്ത്, യേശു ക്രിസ്തുവിന് ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുവാൻ ഉദരം കൊടുത്ത്, പ്രതിസന്ധികളെ മറികടക്കാൻ മുന്നിൽ കണ്ടുകൊണ്ട്, പല ഘട്ടങ്ങൾ യേശു ക്രിസ്തുവിന് ഉദരം കൊടുത്തതുകൊണ്ട് അവർ അനുഭവിച്ച വേദന അത് മാത്രമല്ല, യേശുക്രിസ്തു ലോകമുള്ളിടത്തോളം ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എന്ന് പറഞ്ഞാൽ യേശുവിന് ഉദരം കൊടുത്തത് കൊണ്ട് യേശു ക്രിസ്തു എന്ത് ചെയ്തു? ഭാഗ്യവതി എന്നുള്ള പദം കൊടുത്തു. പക്ഷേ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല.
ഇനിയെങ്കിലും നിങ്ങളുടെ കണ്ണുകളൊന്ന് തുറക്കട്ടെ. ഞാൻ ആ ഭാവം ഇവിടെ നിർത്തട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ മറിയെക്കുറിച്ച് പിന്നെ ബൈബിള് പറയുന്നില്ല. 120 പേരോട് കൂടി ഒരുമിച്ചിരുന്ന് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായം പഠിക്കുമ്പോൾ 14 മുതൽ വായിക്കുമ്പോൾ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, അവർ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു, അവരുടെ കൂടെ നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു, അവർ മരിച്ചു അടക്കി. നീ ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ അവർ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അതേ പറഞ്ഞൂ, അല്ലാതെ ഇവർക്കിനി അത്ഭുതം ചെയ്യാൻ പറ്റത്തില്ല. ഈയിടെ പറയുന്ന കേട്ടു മറിയോട് പ്രാർത്ഥിച്ചിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കാമെന്ന്. അതിനാ മറിയോട് പ്രാർത്ഥിക്കുന്നത്? ഏകമധ്യസ്ഥൻ യേശു ക്രിസ്തു അല്ലേ? തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2:5 ഏകമധ്യസ്ഥൻ യേശു ക്രിസ്തു അല്ലേ? പിന്നെന്തിനാ മറിയോട് പ്രാർത്ഥിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് വചനം അറിയത്തില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ, പാരമ്പര്യം പറയുന്നത് കേൾക്കാതെ 20 വർഷം പറ്റിയിരുന്ന ഉസ കണ്ടില്ലേ, മരിച്ച കണ്ടില്ലേ? അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു ശിമ്യോനെ പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബൈബിളിലെ കഥാപാത്രം ശിമ്യോനെ പോലെ നമുക്ക് വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് വിശുദ്ധിയോടെ, വേർപാട്, കട്ടതയുണ്ട്, പ്രതിസന്ധിയോടെ, പോരാട്ടം ഉണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കാം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തട്ടെ. ഒരു നിമിഷം കണ്ണുകടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഈ തിരുവചനം കേട്ട എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ജാതി മത സംഘടന വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അതോടൊപ്പം ഭൂമിയിലെമ്പാടും 5 വൻകരയിൽ ശുശ്രൂഷിക്കുന്ന കർത്തദാസന്മാർ, കുടുംബാംഗങ്ങൾ, കുഞ്ഞുകുട്ടികൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി സത്യസന്ധതയോടെ നിൽക്കുവാനുള്ള കൃപ അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിയനിപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ ദേശത്തും വെളിപ്പെടണം. അതോടൊപ്പം ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 29 സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ കീഴിൽ ചുമതലകൾ വഹിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. രോഗികളായി കിടക്കുന്നവർ, കുഞ്ഞുങ്ങളെ കെട്ടിച്ചയക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ ഒക്കെ ഉണ്ട് കർത്താവെ. ജോലിയില്ലാത്തവർ, എല്ലാം ഉണ്ട്. വളരെ കഷ്ടപ്പെടുന്ന ഈ സൗദിയുടെ പ്രദേശത്തും വളരെ കഷ്ടപ്പെടുന്ന ജനമുണ്ട്. ഇക്കാമ അടിക്കാൻ കഴിയാതെ ഇരിക്കുന്നവർ, കർത്താവെ, അവർ ജോലിയില്ലാത്തവർ, അവർക്കെല്ലാം ദൈവം നന്മകളും വഴികളും കൊടുക്കണമെന്ന് വഴികൾ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ബലഹീനതയിലും രോഗികളായിരിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്യും, അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അടിയനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്താട്ട് അത്ഭുതങ്ങളെ അടിയനെ താഴ്ത്തുന്നു. ഒന്നുമില്ല എന്ന് സമ്മതിക്കുന്നു. ദൈവം തരുന്ന ആലോചനകൾ മുഖസ്തുതി പറയാതെ ദൈവവചനത്തിൽ കൂടെ പറയുവാൻ ദൈവം കൃപ ചെയ്യണം. മഹത്വം എടുക്കണം. പ്രാർത്ഥനയായിട്ടുള്ള നന്ദി. ഈ വചനം അനേക ഹൃദയങ്ങളിൽ ഒന്ന് പതിയുവാൻ ദൈവം ഇടയാക്കണം. ഒരു ശിമ്യോനെ പോലെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് വാഗ്ദത്തം പ്രാപിക്കുവാൻ ദൈവം കൃപ ചെയ്യണം. മഹത്വം എടുക്കും. പ്രാർത്ഥനയായിട്ടുള്ള നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.